വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാരദാമ്മയോട് വാക്ക് വാങ്ങിയ ശേഷമാണെങ്കിൽ അനൂപ് നൂറിനോട് ചെന്ന് പറയുന്നുണ്ട്, ഞാൻ അമ്മയെ ഒന്ന് കണ്ടിട്ട് വരാം, അവിടെ ചെന്നാലുടനെ തന്നെ വിളിക്കാം, പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷെ നൂറിനെ ഒന്നും പറയാനായിട്ട് അനൂപ് സമ്മതിക്കുന്നില്ല. നൂറാണെങ്കിൽ കരഞ്ഞ് നിൽക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയുടെ അടുത്തേക്ക് വീണ്ടും ഇറങ്ങുമ്പോൾ പറയുന്നുണ്ട്, ശാരദാമ്മയുടെ ഒരു ഉറപ്പിലാണ് ഞാൻ പോകുന്നത്, ഞാൻ 2 ദിവസം കഴിയുമ്പോൾ ശാലിനി ചേച്ചി വരുമല്ലോ, ബാക്കി കാര്യങ്ങൾ അന്നേരം തീരുമാനിക്കുക, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനോടൊപ്പം പിന്നെ ഈ അനൂപ് പോകുന്നുണ്ട്. വണ്ടി പോയതിന് ശേഷം നൂറ് ഉമ്മറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം നൂറിൻ്റെ ആ മുഖത്തെ സങ്കടം നോക്കി നിൽക്കാൻ ശാരദാമ്മയ്ക്കും കഴിയുന്നുള്ളൂ. ഇതേ സമയം അവിടെയാണെങ്കിൽ ആ സന്യാസിയോടൊപ്പം മൂപ്പൻ എന്നാണ് പറയുന്നത്. മൂപ്പനോടൊപ്പമാണെങ്കിൽ വിഷ്ണു ശാലിനിയൊക്കെ കുട്ടികളെ അന്വേഷിച്ച് പേരൊക്കെ വിളിച്ച് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അന്നേരം കുറേ ദൂരം എത്തുമ്പോൾ ഈ മൂപ്പൻ പറയുന്നുണ്ട്, ഇവിടെ കുട്ടികൾ കാണാനായിട്ട് സാധ്യതയില്ല, കുട്ടികൾ കിടന്ന സ്ഥലവും ഇവിടെയായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ, കുട്ടികൾ നടന്നെന്തായാലും ഇങ്ങോട്ട് എത്താനായിട്ട് സാധ്യതയില്ല, ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും കുരുങ്ങി കിടക്കുകയായിരിക്കും, വല്ല ഗർത്തങ്ങളിലോ വാരിക്കുഴികളിലോ കിടക്കുകയായിരിക്കും, ചിലപ്പോൾ ബോധം എങ്ങാനും പോയിട്ടുണ്ടാകും, അതായിരിക്കും നമ്മൾ വിളിച്ചാൽ കേൾക്കാത്തത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ അതുവഴി വരുന്നുണ്ട്. അന്നേരം രംഭൻ എന്ന് പറയുന്ന ആളാണ് വരുന്നത്. അത് ഈ മൂപ്പൻ പരിചയപ്പെടുത്തുന്നുണ്ട്. കാട്ടുതേൻ ശേഖരിക്കുന്നവനാണ് രംഭന്, കാട് മുഴുവൻ പരിചയമുണ്ട്, രംഭനെ നമുക്ക് കൂട്ടത്തിൽ കൂട്ടാമെന്ന് പറയുകയാണ്. അന്നേരം കാട് കാണാനായിട്ട് ആളുകൾ വന്നിട്ടുണ്ടെന്നറിഞ്ഞു, അപകടം പതിയിരിപ്പുണ്ടെന്ന് പറയാനാണ് ഞാൻ വന്നതെന്ന് ഈ രംഭൻ പറയുന്നുണ്ട്. തുടർന്ന് ഇവരുടെ കുട്ടികളെ കാണാനില്ല, നമുക്ക് തിരയണമെന്ന് പറയുമ്പോൾ ഞാനും കൂടാമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ആ പാറക്കെട്ടിന് മുകളിലേക്കൊക്കെ പോയിട്ട് ഈ രംഭനും എന്തൊക്കെയോ പിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ഈ മൂപ്പൻ പറയുന്നുണ്ട്, അവന് കാട് മുഴുവൻ സുപരിചിതമാണ്, നല്ല അപാരമായ ഘ്രാണശക്തിയാണ്, പിന്നെ കാട്ടുമൃഗങ്ങളുടെ മണത്തവൻ അറിയും, ദൂരെ വെച്ച് തന്നെ മണത്തറിയും എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ നോക്കിയിട്ട് ഈ രംഭൻ തിരിച്ചു വന്ന് പറയുന്നുണ്ട്, കാട്ടുമൃഗങ്ങളൊന്നും ഈ വഴി വന്നിട്ടില്ല, അതുകൊണ്ട് കുട്ടികൾക്ക് അപകടമൊന്നും ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ട്. പക്ഷെ മുന്നോട്ടും പുറകോട്ടും ഒക്കെ ഒരു കുറേ അന്വേഷിക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. അന്നേരം ഈ മൂപ്പൻ പറയുന്നുണ്ട്, കുട്ടികൾ ഇവിടെ കാണുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്, പക്ഷേ ഇവിടെയും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ തിരച്ചിൽ വെറുതെ ആകുമോ എന്ന് പറയുമ്പോൾ ശാലിനിയുടെ നില കൈവിടുകയാണ്. ശാലിനി ആകെ അങ്ങ് പൊട്ടി കരയുന്നുണ്ട്. അന്നേരം വിഷ്ണുവേട്ടാ, പിന്നെ എൻ്റെ കുട്ടികൾ എവിടെ, അവർക്ക് എന്തെങ്കിലും അപകടം പറ്റി കാണുമോ എന്ന് പറഞ്ഞിട്ട് ശാലിനി ആ പാറപ്പുറത്തേക്ക് അങ്ങ് ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കുട്ടികളെ കണ്ടെത്തിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് വരത്തുള്ളൂ, അവരില്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല, അവരെനിക്ക് വേണം, എൻ്റെ കുട്ടികളെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും ഇല്ല, ഞാൻ വരില്ല, അവരെ എപ്പോൾ കണ്ടെത്തുന്നു അപ്പോഴേ ഞാൻ അവിടെ നിന്ന് വരുമെന്നും പറഞ്ഞ് ആകെ അങ്ങ് കരയുകയാണ്. അന്നേരം വിഷ്ണു ആശ്വസിപ്പിക്കുന്നുണ്ട്, ഒന്നും സംഭവിക്കില്ല, അവർക്കൊന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയുന്നതെന്നൊക്കെ വിഷ്ണു ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ശാലിനി സമ്മതിക്കാനായിട്ട് അങ്ങനെ ആകെ സമ്മതിക്കുന്നില്ല. അതേസമയം പിന്നെ ഈ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷേ മറു സൈഡിൽ നിന്നൊരു കടുവ നടന്നു വരുന്ന സീനാണ് കാണിക്കുന്നത്. പക്ഷേ ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഈ രംഭൻ പറയുന്നുണ്ട്, അവിടെ ഒരു ശബ്ദം കേൾക്കുന്നു എന്ന് പറയുമ്പോൾ വിഷ്ണു ശാലിനി വിളിക്കുന്നുണ്ട്, അവിടെ കുട്ടികൾ കാണും, അവരായിരിക്കും വന്നേന്ന് വിളിച്ചുകൊണ്ട് ശാലിനിയെ വിളിച്ചുകൊണ്ട് അവർ അങ്ങോട്ടത്തേക്ക് ആ മുകളിൽ നിന്ന് നോക്കുകയാണ്. തുടർന്ന് സത്യയെ പപ്പിയെന്ന് ഇവർ ഉറക്കെ വിളിക്കുകയാണ്. അന്നേരം മൂപ്പനും രംഭനും ഒക്കെ കൂവുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം താഴെ അങ്ങ് ഒരുപാട് താഴെയാണ് പിന്നെ ഈ 2 കുട്ടികളും കൂടി സത്യയും പപ്പിയും കൂടി ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. പക്ഷേ ഇവർക്ക് കാണത്തില്ല, അവരങ്ങ് മുകളിൽ നിന്നും താഴേക്ക് ഉരുണ്ട് വീണതാണല്ലോ കാണിക്കുന്നത്. അന്നേരം അവരെവിടെയോ തട്ടി നിന്നതാണ്. ഇവർ ഈ പാറക്കെട്ടുകളുടെ താഴെ നിൽക്കുന്നുണ്ട്, പക്ഷെ ശബ്ദം കേൾക്കാം. അന്നേരം ആദ്യ കുട്ടികൾ കേൾക്കുന്നില്ല. അന്നേരം പപ്പിയങ്ങ് പറയുന്നുണ്ട്, ഇനിയും കടുവ നമ്മളെ ഉപദ്രവിക്കാൻ വരും. അന്നേരം ഇല്ല പപ്പി, പേടിക്കാതിരിക്കുക, അച്ഛൻ വരും, അച്ഛൻ വരാതിരിക്കില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാവുന്നെന്നും പറഞ്ഞ് പപ്പിയായ കരച്ചിലും ബഹളമൊക്കെയാണ്. പക്ഷെ സത്യ ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്നേരം ഈ സത്യയെ പപ്പിയെന്ന് ഇങ്ങനെ വിഷ്ണു ശാലിനിയും വിളിക്കുന്നത് ഒരു സത്യ കേൾക്കുന്നുണ്ട്. അന്നേരം അതേ ശബ്ദം കേൾക്കുന്നു, അച്ഛനാണെന്ന് തോന്നുന്നു, അച്ഛാന്നിങ്ങനെ സത്യ വിളിക്കുന്നുണ്ട്, വിഷ്ണു അച്ഛാന്ന് പപ്പിയും വിളിക്കുകയാണ്. അന്നേരം ഇവരിത് കേൾക്കുന്നുണ്ട്. അന്നേരം അവിടെ ഉണ്ട്, കുട്ടികളുണ്ട് എന്ന് വിഷ്ണു പറയുന്നുണ്ട്. ശാലിനി പെട്ടെന്ന് ആ സത്യയുടെ ശബ്ദം തിരിച്ചറിയുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുകയാണ്, അതെ കുട്ടികൾ അവിടെ ഉണ്ട്, അവരുടെ ശബ്ദമാണ് കേൾക്കുന്നതെന്ന് പറയുമ്പോൾ ഈ മൂപ്പനും രംഭനും ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ഇവരൊന്നുകൂടി വിളിക്കുന്നുണ്ട്, കേൾക്കാമോ സത്യയെ പപ്പിയെന്ന് വിളിച്ചു പോകുമ്പോൾ ഇവർ തിരിച്ചു പറയുന്നുണ്ട്, വിഷ്ണു അച്ഛാ പെട്ടെന്ന് വാ, ഞങ്ങളെ വന്നൊന്ന് രക്ഷിക്കുക, ഞങ്ങൾക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പോൾ പേടിക്കേണ്ട മക്കളെ, ഒന്നും പേടിക്കേണ്ട, അച്ഛൻ വന്നിട്ടുണ്ട്, അച്ഛനുടനെ വന്ന് രക്ഷിക്കുക, അവിടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു പെട്ടെന്ന് അങ്ങോട്ട് ആയുമ്പോൾ ഒരു കല്ല് അങ്ങോട്ട് വിഷ്ണുവിൻ്റെ കാലിൻ്റെ ചെരുപ്പ് തട്ടി കല്ല് താഴേക്ക് പോകുന്നുണ്ട്. അന്നേരം ഈ കല്ല് വരുന്നത് കൊണ്ട് ഈ കുട്ടികൾ പേടിക്കുന്നുണ്ട്.
പക്ഷേ പപ്പി പേടിക്കുമ്പോൾ സത്യ പറയുന്നുണ്ട് അത് അപ്പുറത്തേക്കാണ് പോയതെന്ന്. അന്നേരം മൂപ്പൻ പറയുന്നുണ്ട് കല്ലുകളൊക്കെ താഴേക്ക് പോയാൽ അത് കുട്ടികളുടെ ദേഹത്തായിരിക്കും ചിലപ്പോൾ ചെന്ന് വീഴുന്നത്. പിന്നെ ഇവിടെ നിന്ന് കാണുന്ന കണക്കല്ല, ഒരുപാട് താഴേക്ക് അഗാധമായ ഗർത്തമാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. ഇത് നമുക്ക് ആദ്യം ഇതിലേക്ക് ഇറങ്ങാനായിട്ട് ഒരാളിനെ കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഞാൻ ഇറങ്ങാം, എൻ്റെ കുട്ടികളെ രക്ഷിക്കാനായിട്ട് ഞാൻ ഇറങ്ങാമെന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതും പോലെയല്ല, ഇത് അപകടകരമായതാണ്. ഇതിൻ്റെ ഈ പാറയുടെ ഉറപ്പ് പിന്നെ ഗർത്തത്തിൻ്റെ ആഴം എന്നിവയൊക്കെ അളന്നു കുറിച്ച് ഒരാൾക്ക് മാത്രമേ ഇറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. കാടിനെ അറിയുന്നവർക്ക് മാത്രമേ പറ്റൂ എന്ന് പറയുമ്പോൾ അത് ഞാൻ ഇറങ്ങും, തരണം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. കാരണം എൻ്റെ മക്കളെ രക്ഷിക്കുകയല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് എന്ത് സഹിച്ച് ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറയുമ്പോൾ ഈ മൂപ്പനും രംഭനും സമ്മതിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് കുട്ടികൾ ദൈവകടാക്ഷമുള്ളവർ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ഇപ്പോൾ ജീവൻ അവശേഷിക്കില്ല, എന്തായാലും ഒരു സുരക്ഷിതരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ എന്ന് പറഞ്ഞിട്ട് രംഭ നമുക്ക് താഴേക്ക് ഇറങ്ങാനായിട്ട് ഒരു വലിയ വടം സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് രംഭനെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അന്നേരം ശാലിനിക്ക് എന്തായാലും ആശ്വാസമാകുന്നുണ്ട്, കുട്ടികളെ കണ്ടെത്തി എന്നുള്ള വിഷ്ണുവും ശാലിനിയും ആകെ സമാധാനിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് മക്കളെ പേടിക്കണ്ട, നമ്മൾ ഇവിടെ തന്നെയുണ്ട്, പേടിക്കണ്ട എന്ന് പറയുമ്പോൾ അച്ഛാ ഞങ്ങൾക്ക് പേടിയാവുന്നു എന്ന് സത്യ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു അച്ഛാ പെട്ടെന്ന് വാ, ഞങ്ങൾക്ക് ദാഹിക്കുന്നു, വെള്ളം വേണമെന്ന് പറയുമ്പോൾ ഇവരിത് കേൾക്കുന്നുണ്ട്. അതിന് വെള്ളം ഇപ്പൊ കൊണ്ടുവരാമെന്ന് ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം അച്ഛൻ ഇപ്പോൾ വെള്ളം കൊണ്ടുവരുമായിരിക്കും പപ്പി എന്ന് പറഞ്ഞിട്ട് അവർ ആശ്വാസത്തിൽ നിൽക്കുകയാണ്. ഇതേസമയം അവിടെ അബൂബക്കറാണെങ്കിൽ സ്റ്റേഷനിൽ വരുന്നുണ്ട്, ചന്ദ്രബോസിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അന്നേരം ഈ പ്രേമം എന്ന് പറയുന്നത് പിന്നെ പെണ്ണിനും ചെറുക്കനും ഒക്കെ ഒന്നും തന്നെയാണ്, പക്ഷെ അത് ഇഷ്ടമില്ലാത്തവരെ നഖശികാന്തം എതിർക്കും. അതിൻ്റെ പേരിൽ പ്രണയശാപമൊക്കെ എന്തിനാടോ താൻ വരുത്തി വെക്കുന്നത്, പിടിച്ച് തലേ വെക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ കുറേ രീതിയിലൊക്കെ ചന്ദ്രബോസ് സംസാരിക്കുന്നുണ്ട്. അന്നേരം എടോ ചന്ദ്രബോസേ, താനാണെങ്കിൽ എന്നെ മലയാളം വ്യാകരണം പഠിപ്പിക്കാതെ അവളെ കണ്ടെത്തി തരാനായിട്ട് നോക്ക്. എൻ്റെ മകൻ കല്യാണം കഴിക്കാനായിട്ട് വെച്ചിരുന്ന പെൺകുട്ടിയാണ്, അത് അങ്ങനെ അങ്ങ് വിട്ട് കളയാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അവന് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ പേര് അനൂപ് എന്നാണ്, ബാംഗ്ലൂരാണ് താമസിക്കുന്നതെങ്കിലും അവൻ്റെ ബന്ധുക്കൾ ഇവിടെയാണ്, അവൻ്റെ അച്ഛൻ്റെ ആദ്യ ഭാര്യയും മക്കളും ഒക്കെ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട്. അന്നേരം വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ശാരദ എന്ന് പറയുകയാണ്. അന്നേരം ഓ അങ്ങനെയാണല്ലേ, അപ്പോൾ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിൻ്റെ അനിയനാണല്ലേ, അപ്പോൾ പിന്നെ ഈ അവസരങ്ങൾ എൻ്റെ ഉടയ തമ്പുരാനെ അവസരങ്ങൾ ഇങ്ങനെ എനിക്ക് വാരി കോരി തരികയാണല്ലോ, അതിനുവേണ്ടി എന്ത് പുണ്യമാണ് ഞാൻ ഈ ചെയ്തത്, ഇതിൽ ഞാനൊരു മീൻ പിടിക്കുക തന്നെ ചെയ്യും, ഞാനൊരു കലക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ അബൂബക്കർ പറയുന്നുണ്ട് ബോസാറേ താൻ കലക്കുകയോ മീൻ പിടിക്കുകയോ എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷേ എൻ്റെ മകളെ ആ പെൺകുട്ടിയെ അവളെ കണ്ടെത്തി തരികയാണ് വേണ്ടത്, ഞാൻ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നാറ്റ കേസാവും എന്നിങ്ങനെ പറയുമ്പോൾ അതൊക്കെ ഞാൻ ശരി കണ്ടെത്തി തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് വേറെ കോൺസ്റ്റബിൾ വന്ന് പറയുന്നുണ്ട് സാർ അനൂപിൻ്റെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലിനടുത്താണെന്ന് പറയുമ്പോൾ ചന്ദ്രബോസിന് ആകപ്പാടെ സന്തോഷമാകുന്നുണ്ട്. ചന്ദ്രബോസ് പറയുകയാണ് അബൂബക്കറെ താൻ പോയി കല്യാണ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോ, ചെറുക്കനെയും പെണ്ണിനെയും പൊക്കിയെടുത്ത് തൻ്റെ മുന്നിലിട്ട് തരും, താൻ അടിയന്തരമോ കല്യാണമോ എന്ത് വേണമെന്ന് വെച്ചാൽ നടത്തിക്കോ, ധൈര്യമായിട്ട് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഈ അബൂബക്കറിനും സന്തോഷമാകുന്നുണ്ട്. ചന്ദ്രബോസിനാണ് അതിലേറെ സന്തോഷമാകുന്നത്, വിഷ്ണുവിൻ്റെ ആ ഒരു കേസിന് പുറകെ ശാരദാമ്മയെ കൊടുക്കാനുള്ള ഒരു കേസ് കൂടി കിട്ടിയല്ലോ, ആ ഒരു സന്തോഷത്തിലാണ് ചന്ദ്രബോസ്. ഇതേസമയം അവിടെ വിഷ്ണു ആണെങ്കിൽ ഒരു കാട്ടുവള്ളിയിലാണെങ്കിൽ ഈ ഒരു കവർ ബ്രെഡും കുറച്ച് പഴവും പിന്നെ ഒരു കുപ്പി വെള്ളവും കൂടി കെട്ടിയിട്ട് അത് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. അന്നേരം ഇത് കുട്ടികളുടെ കയ്യിലേക്ക് എത്തുമോ, എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ശാലിനി സംശയം പറയുന്നുണ്ട്. അവർ ഇന്നലെ ഭക്ഷണം കഴിച്ചതല്ലേ, അപ്പോൾ വെള്ളം പോലും കിട്ടിക്കാണില്ല, തളർന്ന് വീഴും എന്നൊക്കെ പറയുമ്പോൾ ഇത് അവർക്ക് എടുക്കാൻ പറ്റുമായിരിക്കും, എന്തായാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആ ഒരു വള്ളിയിൽ കെട്ടി ഇത് താഴേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ ഭക്ഷണം വരുന്നുണ്ട്, ബ്രെഡും ഉണ്ട് പഴമുണ്ട് വെള്ളമുണ്ട്, ഇത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. അന്നേരം ഇപ്പോൾ വരുമായിരിക്കും എന്നൊക്കെ കുട്ടികൾ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു ഇത് താഴേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം കുറച്ചധികം നീളമുണ്ട് ഈ വള്ളിക്ക്. അന്നേരം ഒരുപാട് കഴിഞ്ഞതിന് ശേഷം ഇത് കുട്ടികളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്, അവരത് എടുക്കുന്നുണ്ട്, എടുത്തിട്ട് ആദ്യം വെള്ളം കുടിക്കുന്നുണ്ട്, സത്യ കുടിച്ചിട്ട് പപ്പിക്കും കൊടുക്കുന്നുണ്ട്, എന്നിട്ട് പഴം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അതും കഴിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുകയാണ് ഈ ഭക്ഷണം കുട്ടികൾ എടുത്തു എന്നുണ്ടെങ്കിൽ അവർ സേഫ് ആയിരിക്കും, അവർക്ക് അപകടമൊന്നും കാണില്ല, എന്തായാലും ദൈവമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് ആപത്തൊന്നും ഇല്ലാത്തത് എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട് പിന്നെ വടം എടുക്കാൻ പോയ കാട്ടുമൂപ്പൻ ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അവർ നമ്മളെ കൈവിടില്ല, അവർ നമ്മുടെ കൂടെ നിൽക്കും, രക്ഷിക്കാനായിട്ട് വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവരിനി ഇത് കിട്ടിക്കാണുമെന്ന് ഇങ്ങനെ സംശയത്തിൽ നിൽക്കുമ്പോൾ സത്യമാണെങ്കിൽ ഈ വള്ളി പിടിച്ച് വലിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെ കയ്യിലിരുന്ന് ഈ വള്ളി അനങ്ങുകയാണ്. അന്നേരം കുട്ടികൾക്ക് ഭക്ഷണം കിട്ടി, അവരെടുത്തു, എന്തായാലും ദൈവമുണ്ട് ഈശ്വരാന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ തൊഴുതും നിൽക്കും, നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും, ആപത്തൊന്നും ഇല്ല എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ
പക്ഷേ മറു സൈഡിൽ നിന്നൊരു കടുവ നടന്നു വരുന്ന ആ സീൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തും കാണിക്കുന്നുണ്ട്. പക്ഷേ കുട്ടികളിങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകയാണ്. ഇത്രയുമാണ് പ്രൊമോ അല്ല ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലാണ് ഈ പടവുമായിട്ടൊക്കെ മൂപ്പനും രമ്പനും കൂടി വരും. വിഷ്ണു അതിൽ കൂടി ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ ചിലപ്പോൾ വിഷ്ണു എത്തുന്നതിന് മുന്നേ ഈ കടുവ വരികയോ, വിഷ്ണു എന്തായാലും ഈ കുട്ടികളെയും കൊണ്ട് തിരിച്ച് കയറുകയോ, വിഷ്ണു എന്തായാലും രക്ഷിക്കും, ആപത്തൊന്നും വരില്ല. അവിടെയാണെങ്കിൽ ചന്ദ്രബോസ് കുടുംബശ്രീയിലേക്ക് ചെല്ലുമ്പോൾ എന്തായാലും അനൂപിനെ കാണില്ല. ഇനി നൂറിനെ കണ്ടെത്തുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക്